ലോകം പാരീസ് ഒളിമ്പിക്സിൻ്റെ ആവേശത്തിലാണ്. ഭൂമിയിൽ മാത്രമല്ല, അങ്ങ് ബഹിരാകാശത്തും ഒളിമ്പിക്സിൻ്റെ അലയൊലികളുണ്ട്. വെറുതെ പറയുന്നതല്ല. മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഭൂമിക്ക് പുറത്ത് ഒളിമ്പിക്സ് ആവേശം അലതല്ലുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും ഒളിമ്പിക്സ് നടക്കുകയാണ്. ദീപശിഖാ പ്രയാണം മുതൽ ഡിസ്കസ് ത്രോ, ജിംനാസ്റ്റിക്സ്, ബാർ ലിഫ്റ്റിംഗ് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടന്നത്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നാസ പുറത്തുവിടുകയും ചെയ്തു. പാരീസിൽ യഥാർത്ഥ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകൾക്ക് ആശംസകൾ നേരാനായാണ് ബഹിരാകാശത്തെ ഈ ഒളിമ്പിക്സ് പ്രകടനം നടന്നത്. യാത്രികരുടെ തമാശകളും നർമ്മം കലർന്ന നിമിഷങ്ങളും ഉൾപ്പെടുത്തിയാണ് ബഹിരാകാശ നിലയത്തിലെ ഒളിമ്പിക്സ് വീഡിയോ നാസ പുറത്തുവിട്ടത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലെത്തി അവിടെ പെട്ടുപോയ സുനിത വില്യംസ് ഒരു പ്രതീകാത്മക ദീപശിഖ നിലയത്തിലെ അംഗങ്ങൾക്ക് കൈമാറുന്നിടത്താണ് 2 മിനിറ്റുള്ള വീഡിയോയുടെ തുടക്കം. ഷാനറ്റ് എപ്സ് മുതൽ ബച്ച് വിൽമോർ വരെയുള്ള യാത്രികർ ദീപശിഖ കൈമാറി വാങ്ങുന്നുണ്ട്. തുടർന്നാണ് ഗവേഷകരുടെ കായിക വിനോദങ്ങളും അരങ്ങേറിയത്. ഡിസ്കസ് ത്രോ, ജിംനാസ്റ്റിക്സ്, ബാർ ലിഫ്റ്റിംഗ് തുടങ്ങി നിരവധി ഐറ്റങ്ങളിൽ ബഹിരാകാശ സഞ്ചാരികൾ തങ്ങളുടെ പ്രതിഭ തെളിയിച്ചു. മനുഷ്യൻ നിർമ്മിച്ച അത്ഭുതങ്ങളിലൊന്നാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഭൂഗുരുത്വാകർഷണത്തിന് പുറത്താണ് ഈ നിലയം എന്നതാണ്. അകത്ത് പറന്നു നടക്കാൻ ബഹിരാകാശ സഞ്ചാരികൾക്കാകും. ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴില്ല എന്ന് ചുരുക്കം. മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗതയിൽ ഒരു ദിവസം 15.54 തവണയാണ് ഇത് നമ്മുടെ ഭൂമിയെ ചുറ്റുന്നത്. 106 മീറ്റർ നീളമാണ് ഈ ബഹിരാകാശ നിലയത്തിനുള്ളത്. 4,19,725 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. നിലയത്തിൻ്റെ സോളാർ പാനലുകൾക്ക് മാത്രം 1 ഏക്കറോളം വ്യാസമുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മനുഷ്യർക്ക് വാസയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് 13,693 ക്യൂബിക് അടിയാണ്. 7 സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകൾ, 2 കുളിമുറികൾ, 1 ജിം, ഭൂമിയുടെ 360 ഡിഗ്രി വ്യൂ ബേ വിൻഡോ തുടങ്ങിയവയാണ് ഗവേഷകർക്കായി ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തതിനാൽ പറന്നുപോകും എന്നതിനാൽ ചെറിയ ബങ്ക് കിടക്കകളാണ് ഇവിടെയുള്ളത്. ഇവിടെ എത്തുന്ന ബഹിരാകാശ യാത്രികർ അവരുടെ ഇഷ്ടാനുസരണം ഒരു ചുവരിൽ തങ്ങളെ തന്നെ ബന്ധിപ്പിക്കുകയോ ചെറിയ സ്ഥലത്ത് സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയോ ചെയ്യാം. 7 പേരടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര ഗവേഷക സംഘമാണ് ഇവിടെ സ്ഥിരമായി ഉണ്ടാകുക. ഒരു നിശ്ചിത സമയത്ത് ഇവർ മാറിവരും. ചില സമയങ്ങളിൽ അംഗസംഖ്യയിൽ മാറ്റമുണ്ടാകും. ക്ലോസറ്റും യൂറിനലും ഇവിടെ ഉണ്ടെങ്കിലും ഹൈ പ്രൊഫൈൽ ഗവേഷകർ ഉപയോഗിക്കുന്ന ഇവ അത്ര ആഡംബരം നിറഞ്ഞതൊന്നുമല്ല. ആഹാര സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന അടുക്കളയും ഈ ഗവേഷക നിലയത്തിനുണ്ട്. എല്ലാം കെട്ടിപ്പൂട്ടി വച്ചില്ലെങ്കിൽ ഇവിടെ പറന്നു നടക്കും. വെള്ളം കുടിയും മൂത്രമൊഴുപ്പുമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മൂത്രം ശുദ്ധീകരിച്ചാണ് കുടിക്കാനുള്ള വെള്ളം സൃഷ്ടിക്കുന്നത്. ബഹിരാകാശ യാത്രികർക്ക് ഈ നിലയത്തിൽ പരിമിതമായ ഒഴിവു സമയങ്ങളെ ലഭിക്കാറുള്ളൂ. ആ സമയത്താണ് ഇപ്പോൾ ഇവർ സംഘടിപ്പിച്ചതുപോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും.